ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിന്ന് കാണുന്നത് എംബ്രേസ് ഇൻ ദി ഡാർക്ക് നൈറ്റ് എന്ന് പറയുന്ന ഡ്രാമയുടെ ഫൈനൽ പാർട്ടാണ്. കഴിഞ്ഞ എപ്പിസോഡിൻ്റെ അവസാനം നമ്മൾ കണ്ടത് നമ്മുടെ ലിന്നാണെങ്കിൽ താഴെ വീഴാൻ പോകുമ്പോൾ ഹീറോയിൻ അവനെ രക്ഷിക്കാൻ വേണ്ടി നോക്കിയിട്ടിരിക്കുന്നതായിരിക്കും. ആ സമയം ഒരു കൈ വന്ന് അവനെ പിടിക്കുന്നുണ്ട്. ആരാ നോക്കി? നമ്മുടെ ഹീറോ. അങ്ങനെ ഹീറോയിനും കൂടെ ഒരുവിധം അവനെ വലിച്ച് മുകളിലോട്ട് കൊണ്ടുവരുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഹീറോയിൻ കൂടെ തിരിച്ച് വീട്ടിൽ വരുന്നുണ്ട്. അപ്പോൾ അവൾ ചോദിക്കും, ആ മാസ്ക് ഇട്ടുകൊണ്ട് വന്നത് നീയല്ലേ? എനിക്കറിയാം അത് നീയാണെന്ന്. എന്താ ശരിക്കും നടന്നത്? സത്യം പറയാന്ന് പറയും. അപ്പം നമ്മുടെ ഹീറോയിൻ പറയാൻ തുടങ്ങുന്നുണ്ട്, ആക്ച്വലി നമ്മുടെ ഹീറോയിൻ നല്ല റിച്ച് ഫാമിലിയിലുള്ളതാണ്. അവൻ്റെ പപ്പയും ഒരു നല്ലവനായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാനാ, നമ്മുടെ ഈ ലിനിൻ്റെ കമ്പനിയുമായിട്ട് ഒരു ടൈപ്പിൽ ഒരു പ്രോജക്റ്റ് ചെയ്തു. അത് നല്ല ഫ്ലോപ്പായപ്പം നമ്മുടെ ഹീറോയുടെ പപ്പ പറഞ്ഞിട്ടുണ്ടായിരിക്കും നമുക്ക് ആ പൈസ എല്ലാം തിരിച്ചു കൊടുക്കാമെന്ന്. പക്ഷെ അവരാണെങ്കിൽ അതിനെ സമ്മതിച്ചിട്ടുണ്ടാവില്ല. കാരണം ഈ ഒരു കമ്പനിയിൽ ലിനിൻ്റെ കമ്പനിയുടെ പേര് വന്നിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ ഒറ്റയ്ക്ക് ഫേസ് ചെയ്തോ, എല്ലാം ഞാൻ നിങ്ങളുടെ തലയിലാണ് വരിക എന്ന് പറഞ്ഞിട്ട് അയാൾ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടുണ്ടായിരിക്കും. ഹീറോയുടെ പപ്പയ്ക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്നൊരു ഐഡിയ ഉണ്ടാവത്തില്ല. ഒരു ടൈം ആകുമ്പോൾ ഹീറോയുടെ അടുത്ത് നമ്മളുടെ വീടും എല്ലാം നമുക്ക് വിറ്റ് അവർക്ക് കൊടുത്താലോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഹീറോ പറയും, ഒന്നും പേടിക്കണ്ട, അപ്പം നമുക്ക് നോക്കാമെന്ന് പറയും. പക്ഷേ എന്ത് ചെയ്യാനാ, കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മുടെ ഹീറോയുടെ പപ്പയ്ക്ക് ഈ ഒരു ടെൻഷൻ താങ്ങാൻ പറ്റാതെ തന്നെ മരിച്ചു പോകുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ഹീറോ ആണെങ്കിൽ ആ ഒരു കടങ്ങളൊക്കെ അടയ്ക്കാൻ വേണ്ടിയിട്ട് വീട് എല്ലാം വിൽക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും കട അടയ്ക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മുടെ ഹീറോ ആണെങ്കിൽ ഓരോരോ ജോലി ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരിക്കൽ ബോഡി ഗാർഡായിട്ട് വർക്ക് ഏറ്റെടുത്തിട്ട് പോകുമ്പോഴാണ് നമ്മുടെ ഹീറോയിനെ പോലും ഹീറോ കാണുന്നത്. അങ്ങനെ എല്ലാം നമ്മുടെ ഹീറോ അവളുടെ അടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ അവളും, ഓ, ഇത്രയും കാലം നീ ഇതൊക്കെ എന്നോട് മറച്ചു വെച്ചല്ലേ? ശരി, ഓക്കെ, നീ എന്തിനാ ഈ കമ്പനി വന്ന് ജോയിൻ ചെയ്തത്? അത് പിന്നെ ഈ ഒരു കമ്പനിയായിട്ടാണ് ഞാൻ പ്രൊജക്റ്റ് ചെയ്തത്. അപ്പം ഞാൻ ഇത് ജോയിൻ ചെയ്ത എന്തെങ്കിലും എവിഡൻസ് കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിതിൽ ജോയിൻ ചെയ്തത്. പക്ഷേ ഇവിടെ ഉള്ള ഒരു വർക്കിലും എന്നെ അവർ ഇൻവോൾവ് ചെയ്യിക്കുന്നില്ലായിരുന്നു. എല്ലാത്തിനും എന്നെ അവോയ്ഡ് ചെയ്ത് മാറ്റിക്കൊണ്ടിരുന്നു ഓരോ ഒഴിവ് പറഞ്ഞ്. പക്ഷെ ഒരു ദിവസം നീ വന്നതുകൊണ്ട് മാത്രമാണ് എന്നെ പല പല കാര്യങ്ങളിലും നിന്റെ പേരിൽ അന്വേഷിക്കാൻ ആരംഭിച്ചു. അവരുടെ പല സീക്രട്ട് ഏരിയസിലും എന്നെ വിട്ടതുമല്ല. അതെല്ലാം നീ വന്നതുകൊണ്ട് മാത്രമാണെന്ന്. അപ്പോൾ ഹീറോയിൻ പറയും, ഓ, അപ്പോൾ നീ എന്നെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഞാൻ ഉപയോഗിക്കുകയായിരുന്നല്ലേ? എൻ്റെ കാര്യങ്ങളെല്ലാം എല്ലാവർക്കും അറിയാം, പക്ഷെ നിന്നെ പറ്റിയിട്ട് ആർക്കും ഒന്നും അറിയില്ല. നീ എന്നെ ഒരു പ്രൊട്ടക്ഷൻ ഐഡിയ ആയിട്ട് യൂസ് ചെയ്യായിരുന്നല്ലേ എന്ന് ചോദിക്കും. അപ്പോൾ അവനും പറയും, അങ്ങനെ അല്ല, എനിക്ക് വേറെ വഴിയൊന്നും ഇല്ലായിരുന്നു എന്ന് പറയും. അപ്പോൾ അവൾ പറയും, ഓ, അപ്പോൾ നീ വിൻഷിങ്ങിൻ്റെ മോനാണെന്നുള്ള കാര്യം പോലും നീ ഇപ്പോഴും എൻ്റെ അടുത്ത് പറയുന്നില്ല എന്ന് പറഞ്ഞ് അവിടെ എണീറ്റ് പോകാൻ നിൽക്കുമ്പോൾ ഈ ഹീറോ ആണെങ്കിൽ ഹീറോയിനെ വായി പൊത്തിയിട്ട് അവനാണെങ്കിൽ കരയുവാണ്. എനിക്ക് വേറെ വഴിയില്ലായിരുന്നു, എനിക്ക് വേറെ എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു എന്ന്. അവൻ പിന്നെ ഭയങ്കരമായിട്ട് കരയും. അപ്പോൾ ഹീറോ ആണെങ്കിലും ഒന്നും മിണ്ടുന്നുണ്ടാവില്ല. പിന്നെ അടുത്ത ദിവസമാണ് കാണിക്കുന്നത്. ഹീറോ ഉറക്കം എണീക്കുമ്പോൾ ബെഡിൽ അവളില്ല. അവളാണെങ്കിൽ ഞെട്ടി നിൽക്കുക, അവളിവിടെ പോയിന്ന്. അപ്പം നമ്മുടെ ഹീറോയിൻ അവിടെ നിന്ന് പറയും, ആ, പേടിക്കണ്ട, ഞാൻ ഇവിടെ ഇരിപ്പുണ്ട്, ഞാൻ ഒരിടത്തും പോയില്ല എന്ന്. അപ്പോഴാണ് നമുക്ക് മനസ്സിലായാലും അവൾ തമ്മിലുള്ള പ്രശ്നമൊക്കെ മാറിയത്. ശരി, ഞാൻ കടയിൽ പോയിട്ടില്ലാന്ന് അവൾ പോകുന്നുണ്ട്. പോയി കടയിൽ സാധനം മേടിച്ചുകൊണ്ടിരിക്കുമ്പം അവിടെ വന്ന് ലിനിൻ്റെ പപ്പയാണെങ്കിൽ സാധനം വാങ്ങിച്ചിട്ട് പൈസ കൊടുക്കാൻ പറ്റാതെ നിൽക്കുകയായിരിക്കും. ആ സമയം നമ്മുടെ ഹീറോയിൻ നല്ലവളല്ലേ, അതുകൊണ്ട് അവൻ്റെ ശത്രുവാണെന്ന് പോലും ചിന്തിക്കാതെ പോയി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് രണ്ടുപേരും കൂടെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കും. ഇനിയുള്ള സമയത്തെങ്കിലും സാധനം വാങ്ങാൻ വരുമ്പോൾ പൈസ കൊണ്ടുവരണമെന്ന് പറയും. ഓ, നീ ഒന്ന് പിറകോട്ട് നോക്കിയെന്ന് അവൻ പറയുമ്പോൾ നമ്മുടെ ലിനിൻ്റെ പപ്പയാണ് ഹീറോയിനെ കൊണ്ടുവരാനുള്ള ഗുണ്ടകളെയും വിളിച്ചിട്ടുണ്ടായിരിക്കും. എന്നിട്ട് ഇത് നമ്മുടെ ഹീറോയിൻ വിളിച്ച് പറയും, എത്രയും പെട്ടെന്ന് ആ ഫോണും കൊണ്ടുവന്നാൽ നിനക്ക് അവിടെ രക്ഷപ്പെടുത്താമെന്ന്. അങ്ങനെ നമ്മളുടെ ഹീറോയിനെ ബോധമുള്ളപ്പോൾ കാണുകയാണ് നമ്മളെ. ആ സമയത്ത് നമ്മുടെ ആ ഒരു പപ്പയുടെ അടുത്തായിരിക്കും ഇരിപ്പുണ്ടായിരിക്കാം. ഓ, നിങ്ങൾ എന്നെ എന്തിനാ ഇങ്ങനെ കൊണ്ട് ചെയ്യുന്നത്? ഞാൻ നിങ്ങളോട് എന്താ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും, നിൻ്റെ ഫോൺ കൊണ്ടുവരട്ടെ, എന്നിട്ട് നിൻ്റെ ഹീറോയിനെ ഞാൻ വിടണോ വേണ്ടി എന്നൊക്കെ ആലോചിക്കാന്ന്. അങ്ങനെ നമ്മുടെ ഹീറോ ഫോണും കൊണ്ടുവരുന്നുണ്ട്. ആ സമയം ഹീറോയിനെ കാണത്തില്ല. അവൾ എവിടെ തന്നെ ചോദിക്കും. അവളിപ്പോൾ ജീവനോടുണ്ട്, ഇനി കുറച്ച് കഴിയുമ്പോൾ ഉണ്ടാവുമോ എന്നുള്ളത് ആർക്കറിയാം എന്ന് പറഞ്ഞിട്ട് ആ ഫോണിലുള്ള ഡേറ്റയൊക്കെ ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ അവിടെ നിന്ന് പോകാൻ പറയും. ഇവിടെ നമ്മുടെ ഹീറോയിനെ കാണിക്കുമ്പോൾ ലിനിൻ്റെ കൂടെ ആയിരിക്കും ഉണ്ടാവുക. അവൾ കാറിലിരിക്കും ഉറങ്ങിയായിരിക്കും. അവനാണെങ്കിൽ നമ്മുടെ ഹീറോയിനെ പാവം പോലെ നോക്കുന്നുണ്ട്. എന്നിട്ട് അവനാണെങ്കിൽ അവളുടെ എക്സിനെയാണ് ഓർമ്മ വരുന്നതല്ല. എന്നിട്ട് ആ സമയത്ത് അവനാണെങ്കിൽ അവൾക്കൊരു കിസ് കൊടുക്കുമ്പോഴേക്കും അവൾ ഉണരുന്നുണ്ട്. ഓ, നിൻ്റെ അഭിനയമൊന്നും തീർന്നില്ലല്ലേ? മതിയാക്കിക്കൂടെ? എന്തിനാ ഇങ്ങനെ അഭിനയിക്കുന്നത്? എൻ്റെ ചേച്ചിയെ പറ്റിച്ചതും പോലെ ഇനി എന്തിനാ അഭിനയിക്കുന്നത്? മതിയാക്കെന്ന് പറയും. അപ്പം നമ്മുടെ ലിന്നാണെങ്കിലും ഒന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് വരുമ്പോഴേക്കും നമ്മുടെ ഹീറോ വരുന്ന കാണും. അപ്പം നമ്മുടെ ലിന്നാണെങ്കിലും കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് ഹീറോയുടെ അടുത്തോട്ട് പോയിട്ട് കാറിൻ്റെ കീ അവളുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. ഹീറോയിൻ ഓക്കെ ആണെന്നുള്ളത് അറിയാൻ വേണ്ടി ഹീറോ ഓടിപ്പോയി കാറിൽ കയറുന്നുണ്ട്. കാറിൽ കയറി കുറച്ച് സമയത്തിനകത്ത് തന്നെ കാർ സ്റ്റാർട്ട് പോലും ആക്കാതെ തന്നെ അത് റൺ ചെയ്യാൻ തുടങ്ങി. എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു കാറിനെ ലിനിൻ്റെ ഫോണിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ആ കാർ ഓടുന്നത്. എന്നിട്ട് അങ്ങനെ ഇപ്പോൾ ഒരു വലിയൊരു കൊക്കയിൽ വീഴുന്ന പോലെ ആവുന്നുണ്ട്. അപ്പം നമ്മൾ വിചാരിക്കും ഹീറോ
ഹീറോയിനൊക്കെ മരിച്ചുപോയെന്ന്. പക്ഷെ നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ കാറിൻ്റെ വെളിയിൽ ചാടിയിട്ടുണ്ടായിരിക്കും. ആ ഒരു പീക്ക് എത്തുമ്പം നമ്മുടെ ലിന്നാണെങ്കിൽ ഡോർ ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പം നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ ഹീറോയുടെ ഹഗ്ഗിട്ട് പറയും, ഞാൻ കാരണം എല്ലാം ഉണ്ടായത്, ഞാൻ അവൻ്റെ പപ്പയെ കണ്ടപ്പോൾ ഞാൻ മൈൻഡ് ചെയ്യാൻ പാടില്ലായിരുന്നു, എല്ലാം ഞാൻ കാരണം, നമ്മൾ എവിഡൻസ് പോയി, എല്ലാം പോയി, ഇനി നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ ആ ഒരു കൊക്കെ കിടക്കുന്ന കാറിന് നമ്മുടെ ഹീറോയും കൂടെ കൊണ്ട് ഒരു മെക്കാനിക്കൽ ഷോപ്പിൽ പോയിട്ടുണ്ട്. എന്നിട്ട് ഇതെങ്ങനെയാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് അന്വേഷിക്കും. അപ്പോഴാണ് അവർ അറിയുന്നത് ആ ഒരു കാറിൻ്റെ സോഫ്റ്റ്വെയർ ഫോണിൽ ഇട്ടിട്ടുണ്ട്, ആ ഫോൺ വെച്ചിട്ടാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് മനസ്സിലാവും ചേച്ചിയും ഇങ്ങനെയായിരിക്കും മരിച്ചിട്ടുണ്ടായിരിക്കും, അവരുടെ ചേച്ചിയുടെ കാറിൻ്റെ ബ്രേക്കിന് ഇങ്ങനെയായിരിക്കും അവൻ കട്ട് ചെയ്തിട്ടുണ്ടാവുക എന്നുള്ളത്. പിന്നാണെങ്കിൽ പാസ്റ്റ് ഉണ്ടായ ഒരു കാര്യം ആലോചിക്കുകയായിരിക്കും. അവൻ്റെ ആ ഒരു ഫയലൊക്കെ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഹീറോയിൻ്റെ സിസ്റ്റർ അങ്ങോട്ട് വരുന്നുണ്ട്. എന്നിട്ട് അവളാണെങ്കിലും ഞാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് ആ ഒരു സ്നേഹത്തോടെ തന്നെ അവളുടെ അടുത്ത് നിന്ന് പോകുന്നുണ്ടായിരിക്കും. പക്ഷെ അവൾ ആ ഫയൽ കണ്ടിട്ടുണ്ടാവില്ല എന്നായിരിക്കും നമ്മുടെ അലീൻ വിചാരിച്ചിട്ടുണ്ടാവുക. പക്ഷെ അത് കഴിഞ്ഞിട്ട് അവൻ്റെ ഫോൺ നോക്കുമ്പോൾ ഫോൺ മിസ്സിംഗ് ആണ്. അപ്പോൾ അവർക്ക് മനസ്സിലാവും ആരോ ഫോൺ എടുത്തു വന്ന്. അത് അവൾ ആവരുത് എന്ന് പറഞ്ഞ് നമ്മൾ അലീൻ ഒരുപാട് ആഗ്രഹിക്കുമെങ്കിലും അത് അവൾ തന്നെയായിരിക്കും ആ ഫോൺ എടുത്തിട്ടുണ്ടാവുക. ഇനി നമ്മുടെ ഫോണാണെങ്കിൽ നമ്മളുടെ ഇവൾ മനസ്സിലാക്കൂലേ കണ്ടുപിടിച്ചു എന്ന്. അതുകൊണ്ട് തന്നെ ആ ഒരു ഫോട്ടോ ഫ്രെയിമിനകത്ത് അവൾ ഒളിച്ചു വെച്ചിട്ടായിരിക്കും അവിടെ നിന്ന് പോയിട്ടുണ്ടാകുക. ഇതെല്ലാം ഒരു CCTV കണ്ടിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മളുടെ ലിന്ന് അവളെ ആ കാറിലെ സോഫ്റ്റ്വെയർ വെച്ച് ബ്രേക്ക് കട്ട് ചെയ്യാൻ വിട്ട് കൊല്ലാൻ നോക്കുന്നത്. പക്ഷെ അവൻ ബ്രേക്ക് കട്ട് ചെയ്യണമെന്ന് വിചാരിക്കും, എങ്കിലും അവൻ കട്ട് ചെയ്യുന്നുണ്ടാവില്ല. അത് കഴിഞ്ഞിട്ട് അവൻ അവൻ്റെ പപ്പയുടെ അടുത്തോട്ട് വരുന്നുണ്ട്. എന്നിട്ട് പറയും, പപ്പ, ഞാൻ അവർ രണ്ടുപേരും വെറുതെ വിട്ടു, എൻ്റെ കാമുകിയെ ഞാൻ വെറുതെ വിട്ടതുപോലെ എന്ന് പറയും. അപ്പോൾ നമ്മുടെ പപ്പ പറയും, വെറുതെ വിട്ടോ? അപ്പോൾ അവൻ പറയും, എന്തിനാ പപ്പ അവളെ കൊന്നത്? നിങ്ങൾക്ക് പൈസ മാത്രം വേണോ അല്ലേ? എനിക്കറിയാം നിങ്ങളാണ് അവളെ കൊന്നതെന്നുള്ളത്. അപ്പോൾ അവൻ്റെ പപ്പയാണെങ്കിലും നിനക്കെല്ലാം മനസ്സിലായി അല്ലേ, ശരി ഓക്കെ, നിങ്ങൾക്ക് എങ്ങനെയാണ് അപ്പം ഇങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നത്? എപ്പോൾ നോക്കിയാലും പൈസ 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 എന്ന്. ഞാനൊരു നല്ലവനായിട്ടിരിക്കണം നിങ്ങൾക്ക് ഒട്ടും ഇഷ്ടമല്ല, എനിക്ക് ഒരു ബാധ്യത ഉണ്ടാകാൻ പാടില്ല, അതുകൊണ്ടാണ് നിങ്ങൾ അവളെ കൊന്നത്, എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ലിന്നാണെങ്കിൽ ഭയങ്കരമായിട്ട് സങ്കടപ്പെടുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഹീറോയിൻ്റെ ചേച്ചിയെ കൊന്നത് ലിന്നല്ല, അവളെ പപ്പയാണ്. എന്നിട്ട് ഇവനാണെങ്കിലും റൂമിൽ പോയി കിടന്ന് ഒത്തിരി കരയുന്നുണ്ട്, ഒത്തിരി പല കാര്യങ്ങളും ഓർത്ത് കരയുന്നുണ്ട്. അപ്പോൾ അവനൊരു മെസ്സേജ് വരെ നമ്മുടെ ഹീറോയിൻ്റെ സിസ്റ്റർ മരിക്കുന്നതിന് മുന്നേ തന്നെ അയച്ചു വെച്ചെന്നൊരു മെസ്സേജാണ്. അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് നിന്നെ കണ്ടപ്പോൾ തൊട്ട് ഇഷ്ടമായിരുന്നു, പിന്നെ നീ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാകും, രാവിലെ കണ്ണു ഉറങ്ങുമ്പോഴും എല്ലാം നീ എൻ്റെ കൂടെ ഉണ്ടായിരിക്കും. പക്ഷെ നീ നല്ലവനല്ലെന്ന് ഞാൻ ഒരിക്കൽ മനസ്സിലാക്കി. നീ നിൻ്റെ പപ്പയും കൂടെ ചെയ്യുന്ന കള്ളങ്ങളും എല്ലാം ഞാൻ മനസ്സിലാക്കിയതിന് ശേഷം എനിക്ക് നിന്നെ ആ ഒരു രീതിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. എനിക്ക് സത്യങ്ങളെല്ലാം അറിഞ്ഞു എന്ന് നിന്നോട് പറയണമെന്നുണ്ട്, പക്ഷെ ഒന്നിനും സാധിച്ചില്ല. എനിക്ക് നിന്നെ ഒത്തിരി ഇഷ്ടമായിരുന്നു എന്ന് പറഞ്ഞിട്ട് അവളുടെ മെസ്സേജ് എല്ലാം കണ്ട് നമ്മുടെ ലിന്നാണെങ്കിൽ ഒത്തിരി കരയുന്നുണ്ട്. ഹീറോയിൻ കൂടെ ഒരു ദിവസം കാറിൽ പോയായിരിക്കും. ആ സമയം വേറൊരു കാറിൽ കുറച്ച് വന്നാൽ തട്ടിക്കൊണ്ടു. ഹീറോയിൻ കണ്ണൂർ നോക്കുമ്പോൾ അവിടെ നമ്മുടെ ലിൻ്റെ പപ്പയായിരിക്കും ഉണ്ടാവുക. നിങ്ങളെന്താ ഇവിടെ ചെയ്യുന്നത്? ഹീറോ എവിടെ ചോദിക്കും. അവൻ ഈ സമയം മരിച്ചിട്ടുണ്ടാവും, അവനിനി കാണാൻ പോലും പറ്റില്ല എന്ന് പറയാം. അപ്പം നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഭയങ്കര സങ്കടമാണ്. എന്നിട്ട് പറയും, നിന്നെ എനിക്ക് കൊല്ലണം, പക്ഷെ ഒരു രീതിയിൽ നിന്നെ കൊല്ലാൻ ഞാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു കാര്യം ചെയ്തു, നിൻ്റെ ഈ ബ്രെയിൻ, നീ അല്ലേ നിൻ്റെ 6 മാസത്തിന് മുന്നേ നടന്ന ഒരു കാര്യങ്ങളും നിനക്ക് ഓർമ്മയില്ല, അതുപോലെ നിൻ്റെ ബ്രെയിനിലുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഡിലീറ്റ് ചെയ്യാൻ പോവാം. അത് ഡോക്ടർ പെട്ടെന്ന് വരും, ഇവളുടെ ബ്രെയിനിലുള്ള എല്ലാ മെമ്മറീസും ഡിലീറ്റ് ചെയ്യാൻ പറയും. അപ്പോൾ അവൾക്കാണെങ്കിൽ ടെൻഷനാവും, എൻ്റെ ചേച്ചിയുടെ കൂടെ ഉണ്ടായിരുന്ന ഓർമ്മകൾ, എൻ്റെ ഹീറോയുടെ കൂടെ ഉണ്ടായിരുന്ന ഓർമ്മ, ഇതെല്ലാം പോകില്ലേന്ന്. അപ്പോഴേക്കൊരു ഡോക്ടർ വന്ന് ഇഞ്ചക്ഷൻ വെക്കാൻ വരും. ഇല്ല വേണ്ട, എന്നെ വിടെന്ന് പറഞ്ഞിട്ട് അവൾ ഭയങ്കരമായിട്ട് ബഹളം വെക്കും. അപ്പോൾ അവനാണെങ്കിലും വെയിറ്റ് ചെയ്യും, എന്നെ ഒന്ന് നോക്കുന്നു പറയും. നോക്കും നമ്മുടെ ഹീറോ ആയിരിക്കും അത്. ഹീറോയിനെ കൊല്ലാൻ നോക്കിയവരെല്ലാം അടിച്ചിട്ടിട്ട് അവനാണ് ഡോക്ടറുടെ വേഷത്തിൽ നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് വന്നിട്ടുണ്ടാകും. നമ്മുടെ ഹീറോയിനെ കൊണ്ട് അവൻ രക്ഷപ്പെട്ട് പുറത്തിറങ്ങി കാറിലോട്ട് കയറും. അപ്പോഴേക്കും ഒരു ഗൺഷോട്ടിൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ട്. ഹീറോ ആണെങ്കിൽ ഭയങ്കരമായിട്ട് പേടിച്ച് നോക്കും. ഇവിടെ നോക്കുമ്പോൾ നമ്മുടെ ലിൻ്റെ പപ്പയാണെങ്കിൽ മാസ്ക് വെച്ച് ഒരാളെ വെടിവെച്ചിട്ടുണ്ടായിരിക്കും. നമ്മളെ മാസ്ക് വെക്കുന്നത് നമ്മുടെ ഹീറോ അല്ലേ. അപ്പോൾ ആ മാസ്ക് വെച്ച് കിടക്കുന്ന ആരാന്ന് നമ്മൾ ആലോചിക്കും. അപ്പോഴാണ് ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. ഹീറോയിനെ കൊണ്ട് രക്ഷപ്പെടാൻ നോക്കിയ സമയത്ത് നമ്മുടെ ലിന്നാണ് ആ ഒരു ബ്ലാക്ക് മാസ്ക് ഒക്കെ വെച്ച് വന്നിട്ട് ഈ താക്കോലിനെ ഹീറോയ്ക്ക് കൊടുക്കുന്നത്. അവർ പുറത്തിറങ്ങി അങ്ങനെയാണ് രക്ഷപ്പെട്ടത്. അപ്പോഴാണ് നമ്മളുടെ ലിൻ്റെ പപ്പ എന്നെ മനസ്സിലാക്കുന്നത് മോനാണെന്നുള്ളത്. അയാൾ അവിടെ ഇരുന്ന് ഒത്തിരി കരയുന്നുണ്ട്, മോനെ തന്നെ വെടിവെച്ചല്ലോ എന്ന്. ഹീറോയ്ക്കാണെങ്കിൽ ഒത്തിരി സങ്കടം. അങ്ങനെ അവരാണെങ്കിൽ നേരെ പോലീസ് സ്റ്റേഷനിലോട്ട് പോയിട്ട് നമ്മുടെ ലിന്നിൻ്റെ പപ്പയുടെ കാര്യങ്ങളും എല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവനെ അറസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം കുറച്ച് ദിവസം കഴിഞ്ഞ് കാണിക്കുമ്പോൾ അവരാണെങ്കിൽ ഹാപ്പി ആയിട്ട് അവരുടെ ലൈഫ് ബാക്ക് ടു നോർമൽ ആയിക്കൊണ്ടിരിക്കുകയായിരിക്കും. ഇവിടെ നമ്മുടെ ലീനയാണെങ്കിൽ സ്വന്തമായിട്ടൊരു കമ്പനി തുടങ്ങിയിട്ട് അവിടത്തേക്ക് ആൾക്കാരെ എടുത്തുകൊണ്ടിരിക്കുകയായിരിക്കും. ആ സമയം നമ്മുടെ അസിസ്റ്റൻ്റ് വന്നിട്ട്, ഞാനൊരു എംപ്ലോയി ആവാൻ റെഡിയാണ്, എല്ലാം ചെയ്യും, ഗുണ്ടയാവാനും പറ്റും, ഹൗസ് ക്ലീനിങ് എല്ലാം ചെയ്യാൻ പറ്റുമെന്ന് പറയും. അടുത്ത് നമ്മുടെ ഹീറോയിൻ്റെ കല്യാണമൊക്കെ കഴിയുന്നുണ്ട്. അവർ അടിപൊളിയായിട്ടൊരു ഫാമിലി ലൈഫ് തുടങ്ങും. അങ്ങനെ ഒരു ദിവസം നോക്കുമ്പോൾ നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഹീറോയുടെ അടുത്ത്, നീ എന്താ ഒന്നും ചെയ്യാതിരിക്കുന്നത്, നീ ജോലി ചെയ്യുന്ന പറയും. അപ്പോൾ അവനാണെങ്കിൽ, ഞാൻ കുറേ ദിവസമായാലും
എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് എനിക്കാണെങ്കിൽ ഒരു ജോലിയും ചെയ്യാനുള്ളൊരു മൂഡില്ല എന്ന് പറയും. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പാഴ്സൽ വരുന്നത്, അത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ അതിലൊരു തൊപ്പി ഉണ്ടായിരിക്കും, പിന്നെ ഒരു ബ്ലാക്ക് ഡ്രസ്സ്. എന്നിട്ട് അതിൽ എഴുതിയിട്ടുണ്ടായിരിക്കും, ഒന്നും അവസാനിച്ചില്ല, ഇനിയാണ് എല്ലാം നടക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ട് ഒരു സസ്പെൻസോടുകൂടി നമ്മുടെ ഡ്രാമ ഇവിടെ അവസാനിക്കുകയാണ് ഫ്രണ്ട്സ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഡ്രാമ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇതിൽ ഏത് ക്യാരക്ടറാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമായതെന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ. പിന്നെ അടുത്തൊരു ഡ്രാമ നമുക്ക് ഉടനെ സ്റ്റാർട്ട് ചെയ്യണം. നിങ്ങൾക്ക് താല്പര്യമുള്ള ഡ്രാമാസ് എല്ലാം കമൻറ്റ് ചെയ്യുക. ഒത്തിരി കൂട്ടുകാർ വീഡിയോസ് കാണുന്നുണ്ട്, പക്ഷേ ലൈക്കും ചെയ്യുന്നില്ല, സബും ചെയ്യുന്നില്ല. നിങ്ങളുടെ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ അല്ലേ ഞങ്ങളുടെ സന്തോഷം. അപ്പോൾ ഓക്കെ, ബൈ, സി യു.